ബംഗ്ലാദേശിലെ മനുഷ്യത്വത്തിന്റെ മാതാവ് എന്ന് ഒരു കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യത്തെ അരക്ഷിതാവസ്ഥയിൽ രാജിവെച്ച് രാജ്യം വിട്ട് പലായനം ചെയ്തത് സ്ഥിതി സങ്കീർണമാക്കും. രാജ്യത്ത് ഉരുത്തിരിഞ്ഞ സാഹചര്യങ്ങളെ ഇന്ത്യയടക്കം ലോകരാഷ്ട്രങ്ങൾ ഏറെ ആശങ്കയോടെയാണ് കാണുന്നത്. ദീർഘനാൾ ദാരിദ്ര്യത്തിലും രാഷ്ട്രീയ അരാജകത്വത്തിലും വീർപ്പുമുട്ടിയ ബംഗ്ലാദേശ് ജനതയെ സാമ്പത്തിക രാഷ്ട്രീയ സുരക്ഷിതത്വത്തിലേക്ക് കൈപിടിച്ചു നടത്തിയ ഭരണാധികാരി അധികാരമുപേക്ഷിച്ച് രാജ്യം വിട്ട് പലായനം ചെയ്തതാണ് ബംഗ്ലാദേശിനെ വീണ്ടും പട്ടാള ഭരണത്തിലേക്കും രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്കും എത്തിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി സ്ഥാനമൊഴിഞ്ഞ് ബംഗ്ലാദേശ് വിട്ട ഷെയ്ഖ് ഹസീന ഡൽഹിയിലെത്തി. സൈനിക ഹെലികോപ്റ്ററിൽ ഹിൻഡൻ വ്യോമസേനാ താവളത്തിലാണ് ഷെയ്ഖ് ഹസീന വന്നിറങ്ങിയത്. ഇന്ത്യൻ എയർഫോഴ്സിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചേർന്ന് ഷെയ്ഖ് ഹസീനയെ സ്വീകരിച്ചു. ഡൽഹിയിൽ നിന്ന് ഇവർ ലണ്ടനിലേക്ക് പോകുമെന്നാണ് സൂചന. 17 കോടി ജനസംഖ്യയുള്ള രാജ്യത്തെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഏഷ്യ പസഫിക്കിലെ അതിവേഗം വികസിക്കുന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് വഴി നടത്തിയ കരുത്തുറ്റ വനിതയായിരുന്നു ഷെയ്ഖ് ഹസീന. ജനുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തിയെങ്കിലും ബംഗ്ലാദേശിൽ സർക്കാർ വിരുദ്ധ വികാരം കൊടുങ്കാറ്റായി. പിന്നാലെ വന്ന സംവരണ വിരുദ്ധ പ്രതിഷേധം അക്രമാസക്തമായി. സർക്കാരിനെതിരായ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ 300ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് ഹസീനയ്ക്ക് അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നത്. സർക്കാരിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്നതിനിടെയാണ് ഹസീന കളം ഒഴിഞ്ഞത്. പ്രതിഷേധം രൂക്ഷമായപ്പോൾ പ്രക്ഷോഭകാരികളെ ഭീകരവാദികളെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അക്രമികളെ ശക്തമായി നേരിടുമെന്ന നിലപാടിലായിരുന്നു. എന്നാൽ 45 മിനിറ്റിനുള്ളിൽ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന അന്ത്യശാസനം സൈന്യം നൽകി. ഒടുവിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ് അവർ രാജി എന്ന തീരുമാനത്തിലേക്ക് എത്തി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. 19 തവണ വധശ്രമം നേരിട്ട ഹസീന ഒരു രാഷ്ട്രീയ പ്രതിഭാസമായാണ് അറിയപ്പെടുന്നത്. 1996-ലാണ് അവർ ആദ്യമായി ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാകുന്നത്. 2001-ലെ തെരഞ്ഞെടുപ്പിൽ വിജയം നിലനിർത്താനായില്ല. പിന്നീട് 2007-ൽ സൈന്യം അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്തപ്പോൾ അഴിമതി കുറ്റം ചുമത്തി ഹസീനയെ ജയിലിലടച്ചു. പിന്നീട് 2008-ലും 2014-ലും 2019-ലും ഹസീന വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തി. ഏറ്റവും ഒടുവിൽ ഈ വർഷവും. തെരഞ്ഞെടുപ്പിന് ശേഷം ഷെയ്ഖ് ഹസീനയ്ക്ക് എതിരെ അഴിമതിക്കാരി എന്ന വികാരം ബംഗ്ലാദേശിൽ വ്യാപകമായി. 1996 മുതൽ 2002 വരെയും പിന്നീട് 2009 മുതൽ തുടർച്ചയായും അധികാരത്തിലിരുന്നതോടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വനിതാ ഭരണാധികാരിയായി. 2009-ന് ശേഷം അവർ തോറ്റിട്ടില്ല. അനുയായികൾക്ക് ഉരുക്കുവനിതയായിരുന്നു. ഏതാണ്ട് 20 വർഷത്തിലേറെ ബംഗ്ലാദേശിനെ നയിച്ചാണ് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടത്. അധികാരത്തിലിരുന്നപ്പോൾ നടപ്പാക്കിയ പദ്ധതികൾ ബംഗ്ലാദേശിന് പുതിയ മുഖം നൽകി. 2022-ൽ GDP $460 ബില്യൺ ഉയർന്ന് ഇന്ത്യക്ക് പിന്നിൽ ദക്ഷിണേഷ്യയിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ബംഗ്ലാദേശ് മാറിയത് ഹസീനയുടെ നേട്ടമായിരുന്നു. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവരെ സംരക്ഷിക്കാൻ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ അവർ നടപ്പാക്കി. സ്വന്തം ജനതയ്ക്ക് ആവശ്യത്തിന് ഭക്ഷണമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഭക്ഷ്യ കയറ്റുമതി രാഷ്ട്രമായി ബംഗ്ലാദേശ് മാറി. നിയമനിർമ്മാണത്തിലൂടെ പ്രാദേശിക ഭരണത്തിൽ 4 തലത്തിലുള്ള സർക്കാർ സംവിധാനം പ്രാവർത്തികമാക്കി. ടെലിഫോൺ സേവനങ്ങൾ നൽകുന്നതിന് സ്വകാര്യ കമ്പനികൾക്ക് ലൈസൻസുകൾ അനുവദിച്ച് ടെലികമ്മ്യൂണിക്കേഷൻ വ്യവസായത്തെ കൂടുതൽ ഉദാരമാക്കി. രാജ്യത്ത് 98% പെൺകുട്ടികളും പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നുവെന്നതും എടുത്തു പറയത്തക്ക നേട്ടമാണ്. സാംസങ് പോലുള്ള അന്താരാഷ്ട്ര കമ്പനികൾ ചൈനയിൽ നിന്ന് വലിയ തോതിൽ നിക്ഷേപവുമായി രാജ്യത്തേക്ക് എത്തുന്നതിനിടയിലാണ് സർക്കാരിന് എതിരായ അഴിമതി ആരോപണങ്ങളും പ്രക്ഷോഭങ്ങളും അരക്ഷിതാവസ്ഥയും വീണ്ടും ഉടലെടുത്തത് എന്നായിരുന്നു അവരുടെ ആക്ഷേപം. അതേസമയം ബംഗ്ലാദേശിൽ കലാപം രൂക്ഷമാവുകയാണ്. പാർലമെന്റ് മന്ദിരം പ്രക്ഷോഭകർ പിടിച്ചെടുത്തെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഇരച്ചു കയറിയ പ്രക്ഷോഭകർ വിലപിടിച്ചതെല്ലാം കൊള്ളയടിച്ചു. ബംഗ്ലാദേശ് ആഭ്യന്തരമന്ത്രി അസദുസമാൻ ഖാൻ കമാലിന്റെ വീടും ജനക്കൂട്ടം കൊള്ളയടിച്ചു. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവും ഹസീനയുടെ അച്ഛനുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രതിമ ധാക്കയിൽ തകർത്തു. പിന്നാലെ രാജ്യത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു. രാജ്യത്ത് ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നും എല്ലാ പാർട്ടികളുമായി ചർച്ച തുടങ്ങിയെന്നും സൈനിക മേധാവി വക്കാറുസമാൻ പ്രഖ്യാപിച്ചു.